ഞാൻ ചാവക്കാട് തിരുവത്ര. എന്തൊക്കെ അറിയാനുള്ള വെച്ചെങ്കിൽ ചോദിച്ചോളൂ. സംശയങ്ങൾ ഒന്ന് അച്ചാറ് നാച്ചുറൽ സ്വർക്ക, അത് നമ്മൾ സാധാ സ്വർക്ക തന്നെ ചേർക്കാം. അയ്യേ അല്ല, നമ്മൾ സാധാ സ്വർക്ക ഈ പവിത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്വർക്കുകളുണ്ട്. ബ്രാൻഡുകൾ നല്ല ബ്രാൻഡ് തിരഞ്ഞെടുക്കാം. ചില സ്വർക്കയിൽ തന്നെ ഉണ്ടാവും കെമിക്കൽ ചേർന്നിട്ട് വരുന്നതൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ളതും നല്ല പുളി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാങ്ങ അച്ചാറിടുമ്പോൾ മാങ്ങയിലുള്ള പുളി കൂടാതെ ഈ സ്വർക്കയുടെ പുളി കൂടി വരുമ്പോൾ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. പെട്ടെന്നത് കേടുവരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അച്ചാറിടുന്നതിൽ ഈ പുളി ഉപ്പിനോടൊപ്പം സ്വല്പം പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യുക. പിന്നെന്ന് പറയുന്നത് നമ്മളെ കഷ്ണങ്ങളൊക്കെ വേവാൻ നോക്കുക. അപ്പം മാങ്ങ വേവണം എന്നില്ല, നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞിട്ട് മാങ്ങ അതിൽ ചേർക്കാൻ പറ്റും. പക്ഷെ അത് കൂടാതെ നമ്മൾ ഈ ക്യാരറ്റ് പിന്നെ മറ്റുള്ള മിക്സ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ടൈമിൽ നന്നായി നമ്മുടെ പ്രൊഡക്റ്റ് വേവണം. ഫ്രൈ ഉടയാനല്ല ഉദ്ദേശിക്കുന്നത്, അതിലൊരു ജലാംശമുണ്ട്, അത് നഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ വേവിക്കണം. എങ്കിൽ മാത്രമേ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കണതോ നമ്മൾ ഈ പ്രൊഡക്റ്റ് വേവിക്കാതെ വയ്ക്കണത് രണ്ടും വ്യത്യാസമില്ലല്ലോ. ഇഞ്ചി ആയാലും ഇഞ്ചിയിൽ ജലാംശമുണ്ട്, അത് നന്നായി ഒന്ന് ഫ്രൈ ആവണം. പച്ചമുളകാണെങ്കിൽ അതിൻ്റെ മേലെ വെള്ള കളർ വരണം ആ തോടിന്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ അതിലിട്ട് കടുകൊട്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് പെട്ടെന്ന് കേടുവരും. കാരണം അത് അതിലിരുന്നിട്ട് ആ പച്ചപ്പിലിരിക്കുകയല്ലേ നമ്മളെ ബോട്ടിൽ, അപ്പോൾ അങ്ങനെയും കേടുവരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കണ പ്രൊഡക്റ്റ് വളരെ വൃത്തിയായിട്ടും അതിൽ വെള്ളം ചേരാതെ അതുപോലെ എയർ കിടക്കാതെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശരിയാവും. ഞാനാണെങ്കിൽ ചെറിയ സൗകര്യത്തിൽ ഞാൻ ചെയ്യണത്, ഒരു ഷീറ്റ് ഇറക്കിയിട്ട് അപ്പോൾ അതിൽ നിന്ന് വല്ല പൊടി വന്നെങ്കിൽ വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ, ശ്രീനിവാസ് സാറ്. അപ്പോൾ ചെറിയൊരു സൗകര്യം സാർ എന്നെ ചോദിച്ചു, ഇതിൻ്റെ ഉള്ളിലാണ് സുമയ്യ അത്രയും കാലമായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ചുറ്റും കാർട്ടൂൺ ഇട്ടേക്കണം എന്നുവെച്ചാൽ പൊടി ഇതിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാം. കാർട്ടൂണിൽ ഞാനിത് ഇട്ട് വെച്ചിട്ട്, അത് കൂടാതെ അതിൻ്റെ മേലെ ഒരു കുട വെച്ച് കൊടുത്തേക്കാം. ഞാൻ മഴ പെയ്യുമ്പോൾ തൂവൽ തട്ടാതിരിക്കാനും പൊടി അതിലേക്ക് വീഴാതിരിക്കുക, അങ്ങനെയൊക്കെ കുറേ കെയർ ചെയ്തിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഉള്ളത് ഇത്തിരി വൃത്തിയിലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്താൽ പ്രശ്നമില്ല. പിന്നെ നമ്മളെ കൈമ ഗ്ലൗസ് ഇടുക, തലയിൽ ഇടുന്ന അതൊക്കെ ഇടുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ ആവും. പിന്നെ വല്ല സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, പറഞ്ഞുതരാം. നമ്പർ 96 45 27 39 93. ഓക്കെ അല്ലേ?